ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ഏട്ടത്തി ഒറ്റയ്ക്ക് വന്നത്? അതെ. എന്താ ഏട്ടത്തി? വിനുവിന്റെ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് വന്നു. ഇന്നലെ രാത്രി മൂക്കറ്റം കുടിച്ചാ വന്നത്. തെറ്റെനിക്കാ പറ്റിയത്. അന്നേ കൊല്ലേണ്ടതായിരുന്നു. മനസ്സെടറിപ്പോയി. അല്ലെങ്കിൽ 2 കഷ്ണാക്കിയേനെ. എന്റെ മോൻ അതൊന്നും ഓർക്കണ്ട. ഏട്ടത്തെ ഓർക്കണ്ട. എന്റെ കുട്ടി നന്നാവണം, വലിയ ആളാവണം. പോട്ടെ. എന്റെ കുട്ടി ശശിയേട്ടനോടൊരു കാര്യം പറഞ്ഞില്ലേ? ഏട്ടത്തിയോട് പറയാൻ പറഞ്ഞ്. ഏട്ടത്തി അത് ചെയ്യും. ചീത്തയാവാണ്ട് തന്നെ. എന്താ? എന്തു പറ്റി? എന്റെ ഏട്ടത്തി ആത്മഹത്യ ചെയ്യും എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്തിന്? അയാൾ വന്നു, എന്റെ അച്ഛൻ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത്രയും വേഗം നിന്റെ ഏട്ടത്തെ കല്യാണം കഴിക്കാൻ ശശിയേട്ടനോട് പറഞ്ഞുകൂടെ? പറയാതെ തന്നെ ശശിയേട്ടനെ അറിയാം. ഇപ്പൊ തന്നെ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരം അയാളുടെ തലയില. അതിനിടയിൽ ഇതും കൂടി. ഒരു ജോലിക്ക് വേണ്ടി അലയാത്ത സ്ഥലമില്ല. ജോലി കിട്ടും, പക്ഷെ എല്ലാവർക്കും പണം വേണം. സെക്യൂരിറ്റി പണം. എത്ര വേണം? പണം മതിയെങ്കിൽ ഞങ്ങൾ തരാം. എവിടുന്ന്? അതൊന്നും നീ അറിയണ്ട. രാത്രി ഇവിടുന്ന് പുറത്തു വരാൻ ധൈര്യമുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോവാം. പണം അവിടെ എത്തിക്കുകയും ചെയ്യാം. എങ്ങനെ പോവും? അതിനൊക്കെ വഴിയുണ്ട്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ഒന്ന് വേഗം പോകാൻ നോക്ക്. സുഗടൻ സാറിനെ രാമോദര സാറിനെ കണ്ണിപ്പെടണ്ട. ഞങ്ങളെ പോലൊന്നും അല്ല അവര്. ഞാൻ വല്ല ദ്രോഹം ചെയ്തോ? ഞാൻ ആ പത്രോ സാറിനൊന്ന് കാണാൻ വെച്ച് വന്നതാ. അപ്പൊ നോക്കുമ്പോ അങ്ങൊരു നൈറ്റാ. നിനക്കിപ്പോ പരിപാടിയൊന്നും ഇല്ലടാ. 2 മാസം റെസ്റ്റാ. വല്ല റിസ്ക്കാണ്. അതിലിടക്ക് നാട് മുഴുവൻ പൗരസമിതിക്കാര് പിള്ളേര് രാത്രി കാവലാ. പിന്നെ മനുഷ്യന്മാരതിൽ കാശും ഇല്ലാണ്ടായി. ഇത് വല്ലതും ഈ പോലീസ് ഏമാന്മാരോട് പറഞ്ഞാൽ നടക്കോ? അവരെ വിചാരം കള്ളം മാമും സ്വർണവും പണവും കുലുക്കി വീഴ്ത്തുകയെന്നാ. ആരാ ഇയാള്? കള്ളം മാമുവാ. ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞു പോയതാ. എന്തിനാ വന്ന്? വെറുതെ ഇടയ്ക്ക് വന്ന് പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് കാണാറുണ്ട്. ആരാ ഇയാളെ ഇതിനുള്ളിൽ കടത്തിവിട്ടത്? ഇടയ്ക്ക് വരാറുണ്ട് സാർ. എന്നാൽ ഇനി മുതൽ വേണ്ട. കുട്ടികളുടെ ഗാർഡിയൻസ് ആണെന്ന് വ്യക്തമായി ഉറപ്പുള്ളവരെ മാത്രം അകത്ത് കടത്തിവിട്ടാൽ മതി. സാർ പോണം. മേലാൽ ഇതിനകത്ത് കണ്ടുപോകരുത്. ആരാ നിങ്ങൾക്ക് ഇവിടെ കഞ്ചാവ് എത്തിച്ചേർന്നത്? ആരാണ് ഇവിടെ കഞ്ചാവ് എത്തിച്ചേർന്നത്? പറയില്ലല്ലേ? ആരാ നിങ്ങൾക്ക് ഇവിടെ കഞ്ചാവ് പറടാ. പറയില്ലല്ലേ? നിന്നെ കൊണ്ടൊക്കെ പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. അയ്യോ, എന്താ സാറേ ഇങ്ങനെ? എന്താ ഇതൊക്കെ സാറേ? അല്പം ക്ഷമ വേണ്ടേ ഇതിനൊക്കെ? എന്താ സാറേ ഇങ്ങനെ? ഞാൻ ഇവർക്ക് എന്റെ സ്നേഹം കൊടുത്തു.
വിശ്വാസം കൊടുത്തു, എന്റെ മനസ്സ് മുഴുവൻ കൊടുത്തു. നന്നാവൂല, ഒരുത്തനും നന്നാവൂല. സാർ ഇങ്ങോട്ട് വന്നേ. ആ സത്യം പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. അതുവരെ പച്ചവെള്ളം പോലെ കൊടുത്തു പോരും. വന്നേ സാറേ, ഞാൻ പറയട്ടെ. വാ, ഒന്ന് മാറിക്കണ്ട. ഇവരെയൊക്കെ നന്നാക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും ശിക്ഷയുടെ കാലാവധി കഴിച്ച് പറഞ്ഞു വിടാൻ നോക്കണം എന്നല്ലാതെ. ഇവരെ തിരുത്താൻ കഴിയും, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയാൽ ഒരിക്കലും സാധ്യമല്ല. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് എങ്ങനെ ഇവിടെ എത്തുന്നു എന്ന് ഞാൻ കണ്ടുപിടിക്കും. സാറ് ഭക്ഷണം കഴിക്കും, നേരം കുറെ ആയി. എനിക്ക് നല്ല വിശപ്പില്ല. കുട്ടികൾ ഉറങ്ങിയോ? ആ, എനിക്ക് അവരെ ഒന്ന് കാണണം. അതിന് അവരൊക്കെ ഉറക്കമായി. ഇന്നിനി വേണ്ട, നേരം വിളിക്കട്ടെ. സാറ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പുതിയ ആള് കൂടി ഉണ്ടെന്ന് ഓർമ്മ വേണം. ഒരാൾ കൂടിയുണ്ട്. ഉഴപ്പക്കാരനൊന്നും അല്ലല്ലോ അല്ലേ? അല്ല. വേഗം വേഷം മാറിക്കോ. ആ കാണുന്നതാണ് വീട്. പോർച്ചിൽ കിടക്കുന്ന വെള്ള അംബാസഡർ കാർ. നീ ഇവിടെ നിന്നോണം. ആരെങ്കിലും നോക്കിയാൽ നേരെ നടന്നോണം. ഇത് പിടിച്ചോ.
വണ്ടിയെടുത്ത് ഗോഡൌണിൽ കയറ്റ്. നേരം വെളുക്കുന്നതിന് മുമ്പേ പൊളിച്ചെടുക്കാൻ പറ. വരൂ വരൂ. കഴിഞ്ഞ മാസത്തെ 10,000 രൂപ ബാങ്കിൽ അടച്ചിട്ടുണ്ട്. പത്രോസ് സ്ലിപ്പ് തന്നില്ലേ? ഇതിന്റെ പണം ഇപ്പൊ വേണം. ജയിലിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാനാ? ഒരു അത്യാവശ്യമുണ്ട്. എത്ര രൂപ വേണം? 10,000. പിന്നെ ഇത് ഇടുക്കിയിൽ നിന്നുള്ള സ്പെഷ്യൽ ക്വാളിറ്റിയാ. നിങ്ങളുടെ ആ പുതിയ സൂപ്പർവൈസറെ ഇതിന്റെ മണം പിടിച്ചിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പിടിച്ചോ, നിൽക്കൂ, ഞാൻ പോയി പണം എടുത്തോണ്ട് വരാം. ഇനി അധികം ഉണ്ടോ? എത്താറായി. വിനയ, വേഗം വരണം. ഇപ്പൊ വന്നേക്കാം. ശശിയേട്ടാ, 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 ശശിയേട്ടാ. ആരാത്? ഞാനാ വിനയൻ. നീ നീ അവിടെ നിന്ന് ചാടിപ്പോന്നാണോ? അതെ, എന്റെ ഇടത്തി കല്യാണമ്മയുടെ വീട്ടിലുണ്ട്. അയാൾ പിന്നെ വന്നോ ബഹളുണ്ടാക്കാൻ? ഇല്ല, പിന്നെ വന്നില്ല. എന്റെ ഇടത്തിയെ രക്ഷിക്കണം. എന്താ ഇത്? എവിടുന്നായി പണം? ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. ശശിയേട്ടൻ ഇതുകൊണ്ട് സെക്യൂരിറ്റി പണം കെട്ടണം. പോട്ടെ, ഞാൻ വന്നു എന്ന് ആരോടും പറയണ്ട. ശശിയേട്ടൻ എന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഒരു സ്വപ്നം പോലെ ശശിയേട്ടൻ ഇതൊക്കെ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ഒന്ന് മയങ്ങാൻ നോക്ക്. രാവിലെ ഉറക്കം തൂങ്ങി നടക്കുന്നതാരെങ്കിലും കണ്ടാ മതി. നേരം വെളുക്കാറായെന്ന് തോന്നുന്നു. ഒന്ന് വേഗം ആട്ടെ. എന്താ, എന്ത് പറ്റി? ആക്സിൽ ഒടിഞ്ഞെന്നാ തോന്നുന്നേ. എന്തായി? ഒടിഞ്ഞു. വർക്ക്ഷോപ്പിൽ നാളെ വരാതെ ശരിയാവില്ല. എപ്പോ? ഓഹോ, വളേട്ടാ, വളേട്ടാ, ആ പിള്ളേർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ലെന്ന്. ആകെ പ്രശ്നമായിരിക്കുന്നു. പോലീസും ജയിൽ സൂപ്രണ്ടും എല്ലാവരും എത്തിയിട്ടുണ്ട്. നീ അതങ്ങനെ അറിഞ്ഞു? ഇപ്പൊ പത്രോ സാർ വിളിച്ചതേ ഉള്ളൂ. എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ്. പോലീസ് എല്ലായിടും അരിച്ചു പെറുക്കുന്നുണ്ട്. പിടികിട്ടിയാൽ? പിടികിട്ടാൻ പാടില്ലടാ. ഇന്നലെ അവരെ 4 പേരെ അടിച്ച് നാശാക്കി. എന്തിനാ കുട്ടികളെ മർദ്ദിച്ചത്? അവർ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിടികൂടിയത്. അതെങ്ങനെ ഇതിനകത്ത് എത്തി എന്നറിയാൻ വേണ്ടി ഞാൻ അവരെ അടിച്ചു എന്നുള്ളത് സത്യമാണ്. ഇന്നലെ രാത്രി ചോറും കൊടുത്തില്ല. എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങിയത്? രാത്രി 10 മണിയായപ്പോ. അപ്പോൾ ഈ 4 പേരും ഹാളിലുണ്ടായിരുന്നോ? ഉവ്വ്. എത്ര മണിക്കാ അവരെ കാണാതായത്? രാവിലെ ഒരു 6 മണിക്ക് ഞാൻ ഉണർന്നപ്പോൾ. സാറേ, താനൊന്ന് പേടിക്കാതെ നിൽക്കടോ. സാറിന് എങ്ങനെ പറയാം? ജോലി പോയാലും ജീവിക്കാനുള്ള വക സാറ് സമ്പാദിച്ചിട്ടുണ്ട്. എനിക്കോ? സാറേ, എന്റെ അപ്പനാണ്, എനിക്കൊന്നും അറിയില്ല. അതാ നിങ്ങളുടെ തെറ്റ്. ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെസ്സേജ് കിട്ടിയില്ലേ? എന്ത്? നിങ്ങളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ടെലിഫോൺ മെസ്സേജ് വന്നിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 4 പെറ്റി ഓഫീസർമാർക്കും ഉണ്ട്. പരിഷ്കാരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്ക് രക്ഷപ്പെടാം. സൂപ്പർവൈസർക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലല്ലോ. ആ പാവം പെറ്റി ഓഫീസർമാർ വെള്ളത്തിലായി. മറ്റൊരാളുടെ സഹായമില്ലാതെ അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് പെറ്റി ഓഫീസർമാരാകാം, CPOമാരാകാം, ഞാനോ നിങ്ങളോ ആകാം.